വന്നത് ഉപദ്രവിക്കാനല്ല, നന്ദി അറിയിക്കാനാണ്. ചെയ്തു തന്ന സേവനം അത്രയ്ക്ക് വലുതാണ്. ആദർശമാണ് എനിക്ക് പ്രധാനം, സൗഹൃദമല്ല. ആദർശം പറഞ്ഞു തന്നു ഡോക്ടർ ശ്രീനിവാസ അയ്യങ്കാർ, സൂസൻ മേരി തോമസിന്റെ വാദങ്ങൾ. അഹിംസ ഇസ് ദ ബെസ്റ്റ് ഡിഫൻസ് ആൻഡ് ദി ഓൺലി ഡിഫൻസ്, അല്ലേ? അതെ. തെറ്റ് തെറ്റ് തെറ്റ്, പരമമായ തെറ്റ്. കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടാതെ വരുമ്പോ ചോദിച്ചു വാങ്ങാൻ ജനം ആയുധം എടുത്തിറങ്ങിയാലോ എന്ന് പേടിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ആ നീക്കം തടയാൻ ഉപയോഗിക്കുന്ന തന്ത്രം, അത് മാത്രമാണ് അഹിംസ. അഹിംസയുടെ പേര് പറഞ്ഞ് അധികാരമേറിയ രാഷ്ട്രീയക്കാർ ഇത്രയും കാലത്തെ ഭരണം കൊണ്ട് എന്താണ് ചെയ്തത്? അഴിമതിയുടെ ദേശസാൽക്കരണമല്ലാതെ? ആയിരിക്കാം, പക്ഷെ അതിനെതിരെ പോരാടുന്നുണ്ട് ഞങ്ങളെപ്പോലെ ചിലർ. അതുകൊണ്ട് ഇവിടെ എന്ത് മാറ്റം സംഭവിച്ചു? സ്വാതന്ത്ര്യം കിട്ടി 60 വർഷമായിട്ടും വിശപ്പിൽ നിന്ന്, ഭയത്തിൽ നിന്ന്, കടത്തിൽ നിന്ന് രക്ഷ നേടിയോ ഇന്നാട്ടിലെ സാധാരണക്കാരൻ? 1-2 രൂപയല്ല, 3439 കോടി. രാഷ്ട്രീയക്കാർ പ്രതികളായ അഴിമതി കേസുകൾ അന്വേഷിക്കാനുള്ള അന്വേഷണ കമ്മീഷനുകളെ വെച്ച വകയിൽ മാത്രം ചെലവ്. എന്നിട്ടും ശിക്ഷിക്കപ്പെട്ടോ ഒരൊറ്റ രാഷ്ട്രീയക്കാരനെങ്കിലും? 125 കോടിയിൽ 7.5 കോടി, 7.5 കോടിയോളം വരും ഇവരുടെ എണ്ണം. രാഷ്ട്രീയക്കാരുടെ വർഷം 32,000 കോടി ചെലവഴിക്കുന്നു അവരെ പരിപാലിക്കാൻ. എന്തിന്? പ്രതിപക്ഷത്തിരിക്കുമ്പോ ബന്ധും ഹർത്താലും വർഗീയ ലഹളകളും, ഭരണത്തിലേറുമ്പോ രാജ്യം വിറ്റു തൊലയ്ക്കൽ. ഒരു ആരാധനാലയം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്നൊരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞു. ജനം അതിപ്പോ തിരുത്തി പറയുന്നു. ഒരു രാഷ്ട്രീയക്കാരൻ നശിച്ചാൽ അത്രയും അഴിമതി കുറഞ്ഞു, ശല്യം കുറഞ്ഞു. നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന ഇതേ രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിലായിരുന്നു ഗാന്ധിജിയും. ഗാന്ധിജിയോട് എനിക്ക് ബഹുമാനമാണ്, ആദരവാണ്. പക്ഷെ ഗാന്ധിജി മാത്രം മതിയോ നമുക്ക്? സുഭാഷ് ചന്ദ്രബോസ് വേണം, ഭഗത് സിംഗ് വേണം, മൗലാന അബ്ദുൽ കലാം വേണം, ചന്ദ്രശേഖർ ആസാദ് വേണം, വീർ സവർക്കർ വേണം. ഏകസ്വരതയല്ല, ബഹുസ്വരത, അതാണ് വേണ്ടത്. അതാണ്